എന്നാലും സൗമ്യേ, മേഡത്തിന് ട്രാൻസ്ഫർ ആണെന്നറിഞ്ഞപ്പോ ആദ്യം സന്തോഷമാണ് തോന്നിയത്. നിസ്സാര കാര്യത്തിന് പോലും ചാടിക്കടിക്കാൻ വരുന്ന ഒരു പൂതന. ഇപ്പൊ ആലോചിക്കുമ്പോ ചെറിയൊരു വിഷമമുണ്ട്. രാജേന്ദ്രൻ സാറേ, മാഡം ഇവിടുന്ന് പോയി കഴിഞ്ഞ് പകരം വരുന്നത് പൂതനയാണോ അതോ മഹിഷാസുരനാണോ എന്ന് പറയാൻ പറ്റില്ല. മുരുകൻ ഇനി എങ്ങനെ ആകാശിന്റെ കസേര എടുത്തു മാറ്റും? മാഡം പറയുന്നു, മുരുകൻ ചെയ്യുന്നു. ആ, ആകാശെത്തിയല്ലോ. അതെ, ആകാശിന്റെ കസേരയുടെ കാര്യം പറയുമായിരുന്നു. എന്ത് കാര്യം? മുരുകൻ ഇനി ആകാശിന്റെ കസേര എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. സിംഹം മട വിടുവല്ലേ? മട വിട്ടിട്ടില്ല. ഇത് കേട്ടോണ്ട് വന്നാലേ രാജേന്ദ്രന്റെ കാര്യം പോക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്റെ കാര്യം പോയെന്നാ തോന്നുന്നത്. എല്ലാരും ഇരിക്കെ. എന്താ ആരും ഇരിക്കാതെ എന്നെ തന്നെ നോക്കുന്നേ? അല്ല, മേഡത്തിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം അറിഞ്ഞു. വല്ലാത്തൊരു വിഷമം. ഓരോ ഫയൽ എടുത്ത് മറിക്കുമ്പോഴും മേഡത്തിന്റെ മുഖമാ ഓർമ്മ വരുന്നത്. ഇത്രയും പെട്ടെന്ന് മാഡത്തിന് ട്രാൻസ്ഫർ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. അതെ മാഡം, മാഡത്തെ പോലെ എഫിഷ്യന്റ് ആയ ഒരു ചീഫ് എഞ്ചിനീയറുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ശരി. മിസ്റ്റർ ആകാശ്, ഒന്നും പറയാനില്ലേ? ഇല്ല. ട്രാൻസ്ഫർ എനിക്കല്ലേ, അതിന് നിങ്ങളാരും വിഷമിക്കണ്ട. ജീവിതകാലം മുഴുവൻ ഞാനിവിടെ ഉണ്ടാവുമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കില്ലാത്ത വിഷമൊന്നും നിങ്ങൾക്കാർക്കും വേണ്ട. ജോലി ചെയ്യേണ്ട ടൈമാ നിങ്ങളെല്ലാരും സെന്റിമെന്റ്സ് അടിച്ച് കളഞ്ഞത്. ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സസ്പെൻഷൻ തരാൻ എനിക്കിപ്പോഴും അധികാരമുണ്ട്. മനസ്സിലായല്ലോ? യെസ് മാഡം. അതെ, മേഡം പോവാന്ന് പറഞ്ഞപ്പോ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോ ഇല്ലാതായി. അതെ, ഇവരൊക്കെ ഇവിടുന്ന് പോകുന്നാ നല്ലത്. അല്ലേ ആകാശ്? ഫോക്കസ് ഓൺ യുവർ വർക്ക്. ദേ അടുത്തത് പണി തുടങ്ങാം. സർ പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ചെയ്യണം സർ. എന്താ സർ? ആ ഓക്കെ സർ, ഞാൻ ഹെഡ് ഓഫീസിലേക്ക് നേരിട്ട് വരാം. ആ ഓക്കെ, താങ്ക് യു സർ. എന്താ, എന്ത് വേണം? എനിക്കൊന്നും വേണ്ട. മാഡം ശ്രേയ, ഇതുപോലെ ഇനി നിന്റെ മുന്നില് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. മാഡം, ഞങ്ങളൊക്കെ വിട്ടങ്ങ് പോവല്ലേ? ഞാൻ എവിടെ പോകുന്നു? ഈ ട്രാൻസ്ഫർ ഓർഡർ കൈ കിട്ടിക്കഴിഞ്ഞാലേ നിശ്ചിത സമയത്തിനുള്ളിൽ പറഞ്ഞ സ്ഥലത്ത് ജോയിൻ ചെയ്യണമെന്നല്ലേ മാഡം റൂള്? നീ ഞങ്ങളുടെ സെക്ഷനിൽ വന്നപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്നതേ നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല. ഇനി നിന്റെ മുന്നിലേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലല്ലോ. ശ്രേയ മേഡത്തിനുള്ള യാത്രയപ്പും കൂടിയാ അത്. സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. ഒച്ച വയ്ക്കണ്ട. നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നീ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നെ ഉപദ്രവിക്കുക.